ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടിക്കണക്കിന് രൂപയുടെ ഷെയറുകൾ ഒറ്റയടിക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ബ്ലോക്ക് ഡീൽ. എന്താണ് ബ്ലോക്ക് ഡീൽ? ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ അളവിൽ ഷെയറുകൾ ഒറ്റ ട്രാൻസാക്ഷനിൽ ട്രേഡ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഡീൽ. സാധാരണ ഇത് രണ്ട് വലിയ കക്ഷികൾ തമ്മിൽ ഒരു നിശ്ചിത വിലയിലാണ്. ഇത് സാധാരണ ട്രേഡിംഗിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ബ്ലോക്ക് ഡീലിന് ഒരു പ്രത്യേക സമയമുണ്ട്. രാവിലെ ഒരു ബ്ലോക്ക് ഡീൽ വിൻഡോ ഉണ്ട്. ഇവിടെ ഈ വലിയ ഡീലുകൾ നടക്കും. ഇത് നോർമൽ മാർക്കറ്റ് പ്രൈസിനെ പെട്ടെന്ന് ബാധിക്കാതെ ചെയ്യാൻ വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ബ്ലോക്ക് ഡീലുകൾ പബ്ലിക്കായി റിപ്പോർട്ട് ചെയ്യപ്പെടും. എക്സ്ചേഞ്ച് ഈ വിവരം പ്രസിദ്ധീകരിക്കും. അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഷെയർ, എത്ര അളവിൽ ട്രേഡ് ചെയ്തു എന്ന് നമുക്കറിയാം. ഇത് റീറ്റെയിലിന് എങ്ങനെ ഉപകാരം? ബ്ലോക്ക് ഡീൽ ഡാറ്റ നോക്കിയാൽ വലിയ കളിക്കാർ ഏത് സെക്ടറിൽ, ഏത് കമ്പനിയിൽ താൽപ്പര്യം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇത് മാർക്കറ്റ് സെന്റിമെന്റ് അറിയാൻ സഹായിക്കും. പക്ഷെ ഓർക്കുക, ഒരു ബ്ലോക്ക് ഡീൽ കണ്ടിട്ട് ഉടനെ ട്രേഡ് ചെയ്യരുത്. ഇത് ഒരു അധിക വിവരം മാത്രമാണ്. പൂർണ്ണമായ അനാലിസിസ് വേണം. ട്രേഡിംഗ് സൗജന്യമായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബയോയിലെ വാട്സാപ്പ് ലിങ്കിൽ മെസ്സേജ് ചെയ്യൂ. ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കും. ഇതുപോലെ കൂടുതൽ പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.